എളമക്കര വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവന്ന തൻ്റെ എല്ലാ കാലവും ജീവിച്ചിരുന്ന വീട്ടിലേക്കെത്തിയ ശാന്തകുമാരി അമ്മയ്ക്ക് ഒരു വീട് കൂടിയുണ്ട്, അല്ലെങ്കിൽ ഒരു ഓർമ്മ കൂടിയുണ്ട് എന്ന് പറയാം. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി യാത്രയാകുമ്പോൾ ഇലന്തൂരിനുമുണ്ട് ഓർമ്മകളെന്ന് പറഞ്ഞേ മതിയാകൂ. അവിടെയുണ്ട് ആരും ശ്രദ്ധിക്കാതെ പോയ ശാന്തകുമാരി അമ്മയുടെ തറവാട്. ഇലന്തൂർ പഞ്ചായത്തിൽ മുൻ പ്രസിഡന്റായിരുന്ന പുന്നയ്ക്കൽ PS ശ്രീധരപിള്ളയുടെയും സഹോദരി പുന്നയ്ക്കൽ ഗൗരിക്കുട്ടി അമ്മയുടെയും ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്ന പത്മനാഭപിള്ളയുടെയും മകളായാണ് ശാന്തകുമാരി ജനിച്ചത്. ഇലന്തൂരിലും പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിനും സമീപത്തെ അച്ഛൻ്റെ വീട്ടിലുമായിരുന്നു വളർന്നത്. അതുകൊണ്ട് തന്നെ ശാന്തകുമാരി അമ്മയ്ക്ക് കോഴഞ്ചേരി ഇലന്തൂർ പഞ്ചായത്തുമായി വളരെയധികം അടുപ്പമാണ്. ശാന്തകുമാരി അമ്മയുടെ ഓർമ്മയുള്ള ബാല്യമെല്ലാം തന്നെ ഇവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ആ തറവാടിലേക്ക് നോക്കുമ്പോൾ ശാന്തകുമാരി അമ്മയ്ക്ക് തൻ്റെ ബാല്യം മുഴുവൻ ഒറ്റയിരിപ്പിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഇലന്തൂർ പരിയാരം മണപ്പാടത്ത് വീട്ടിൽ പാർവതിയായിരുന്നു രാമൻ നായരുടെയും ഗൗരിക്കുട്ടി അമ്മയുടെയും മൂത്ത മകനായാണ് മോഹൻലാലിൻ്റെ പിതാവ് വിശ്വനാഥൻ നായർ ജനിച്ചത്. മകന് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടിയപ്പോൾ തന്നെ രാമൻ നായർ കല്യാണാലോചനകളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി കൂട്ടുകാരൻ പാർവതിയാർ കല്ലിൽ കൃഷ്ണപിള്ളയുടെയും കുട്ടിമകനും വേണ്ടിയും തിരുവനന്തപുരത്ത് ഒരു പെണ്ണിനെ കാണാൻ പോയി. തിരിച്ചു വരുന്ന വഴി വീട്ടിലെത്തിയപ്പോഴാണ് പുന്നയ്ക്കൽ വീട്ടിലെ ശാന്തകുമാരിയുടെ കാര്യം വിശ്വനാഥൻ നായർ തന്നെ നേരിട്ട് അച്ഛനോട് പറഞ്ഞത്. വിശ്വനാഥൻ നായരുടെ ശാന്തകുമാരിയുടെയും വിവാഹം ഇലന്തൂരിലാണ് നടന്നത്. ഇവരുടെ വീടുകൾ തമ്മിൽ കേവലം 1 കിലോമീറ്റർ മാത്രമായിരുന്നു ദൂരമുണ്ടായിരുന്നത്. സെക്രട്ടേറിയറ്റിൽ ജോലിക്കാരനായ ഭർത്താവ് വിശ്വനാഥൻ നായർക്കൊപ്പം വിവാഹശേഷം തിരുവനന്തപുരത്തേക്ക് താമസം തുടങ്ങിയെങ്കിലും മോഹൻലാലും ചേട്ടൻ പ്യാരിലാലും പിറന്നത് ഇലന്തൂർ പുന്നയ്ക്കൽ തറവാട്ടിലായിരുന്നുവെന്ന് മറക്കാൻ സാധിക്കില്ല. മക്കൾക്ക് അവധിക്കാലമാകുന്ന ഏപ്രിൽ-മെയ് മാസങ്ങളിൽ സ്ഥിരമായി നാട്ടിലെത്തി ദിവസങ്ങളോളം താമസിച്ചിരുന്നവർ ബന്ധുവീടുകളിലും അടുപ്പമുള്ളവരുടെ വീടുകളിലും എത്തി സൗഹൃദം നിലനിർത്തിയിരുന്നു. ശാന്തകുമാരി ഏറ്റവും അവസാനമായി നാട്ടിൽ എത്തിയത് 15 വർഷം മുൻപാണ്. ഇന്ന് കുടുംബത്തിലെ അത്ഭുത തലമുറയിൽ ആരും തറവാട്ടിൽ താമസമില്ല. വല്യമ്മാവൻ ശ്രീധരൻ പിള്ളയുടെ മകൻ മാവേലിക്കരയിൽ താമസിക്കുന്ന ശ്രീലേഖ വീട് നോക്കാനും മറ്റുമായി തന്നെ ഇടയ്ക്കിടെ കുടുംബത്തിലെത്തും. ശ്രീലേഖയുടെ സഹോദരി ശ്രീലതയും കുടുംബത്തിലെത്താറുണ്ട്. അങ്ങനൊരു പാരമ്പര്യം കൂടി ആ അമ്മയ്ക്കുണ്ടായിരുന്നു. എല്ലാം യാത്രയാക്കിയാണ് ഇപ്പോൾ അമ്മയുടെ യാത്ര. അതുകൂടി നമ്മൾ പറഞ്ഞേ മതിയാകും. ശാന്തകുമാരി അമ്മയ്ക്ക് യാത്ര പറയുന്നത് തിരുവനന്തപുരവും കൊച്ചിയും മാത്രമല്ല, എളമക്കരയും ഉണ്ട് എന്ന് പറയണം. അക്കൂട്ടത്തിൽ നമ്മൾ മറന്നു പോകരുത് ഒരിക്കലും. അവിടെ നിന്ന് തുടങ്ങിയ പ്രണയവും ജീവിതവുമാണ് ശാന്തകുമാരിയുടെയും വിശ്വനാഥൻ്റെയും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.